വെൽക്കം ബാക്ക് ടു ലേൺ എക്കണോമിയ മലയാളം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്നോവേഷൻ തിയറി ഓഫ് പ്രോഫിറ്റ് ആണ്. അപ്പോ ഇതാരാണ് കൊണ്ടുവന്നതെന്നും ഈ തിയറിയുടെ മീനിങ് എന്താണെന്നൊക്കെ നമുക്ക് നോക്കിയിട്ട് വരാം. സോ ഇന്നോവേഷൻ തിയറി ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരാളാണ് ജോസഫ് ഷുംപീറ്റർ. ജോസഫ് ഷുംപീറ്റർ ശരിക്കും 1883 മുതൽ 1950 വരെയുള്ള കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു ട്രെയിൻഡ് ഇക്കോണമിസ്റ്റ് ആയിരുന്നു. ആക്ച്വലി ഹി വാസ് എൻ ഓസ്ട്രിയൻ ഇക്കോണമിസ്റ്റ്. സോ എക്കോണമിസ്റ്റ് എന്നുള്ളതിനുപരി ഹി വാസ് എ ഹിസ്റ്റോറിയൻ ഓൾസോ. ഓക്കെ, സോ ഇത് മാത്രമല്ല, ഇദ്ദേഹം ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഇക്കണോമിക്സിൽ നടത്തിയിട്ടുണ്ട്. ഇദ്ദേഹം ഒരുപാട് പേപ്പേഴ്സ്, റിസർച്ച് പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സെൻസിൽ ഇദ്ദേഹം ഒരു ഓഥറും കൂടിയിട്ടാണ്. അങ്ങനെ നോക്കുമ്പോൾ എന്തൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ മേജർ ഇക്കണോമിക് കോൺട്രിബ്യൂഷൻസ് എന്നുള്ളത് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് വരുമ്പോൾ തിയറീസ് ഓഫ് ബിസിനസ് സൈക്കിൾ, വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് കോൺട്രിബ്യൂഷൻസ് ഓഫ് ജോസഫ് ഷുംപീറ്റർ ആണ് തിയറീസ് ഓഫ് ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് തിയറീസ് ഓഫ് ബിസിനസ് സൈക്കിളിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്? അപ്പൊ നമുക്കറിയാം, ഇക്കണോമി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കോൺസ്റ്റന്റ് രീതിയിൽ വളരുന്ന ഒരു ഫിനോമിനൻ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു എൻറ്റിറ്റി അല്ല. ഇക്കോണമി ഒരിക്കലും ഒരു കോൺസ്റ്റന്റ് റേറ്റ് ഓഫ് ഗ്രോത്തിൽ പോകുന്ന ഒരു സെനാരിയോ അല്ല നമുക്ക് റിയലിസ്റ്റിക് സെൻസിൽ കാണാൻ പറ്റുന്നത്. ഓൾസോ ഒരിക്കലും ഇക്കോണമി ഓൾവേസ് എവർ ഗ്രോയിങ്ങും ആയിരിക്കില്ല. എന്താണ് ഇവിടെ ആക്ച്വലി നമുക്ക് ഇക്കോണമിയുടെ ഗ്രോത്ത് കേസിൽ കാണാൻ പറ്റുന്നത്? ഇക്കോണമിയുടെ ഗ്രോത്ത് എപ്പോഴും ഒരു ഫ്ലക്ച്വേറ്റിംഗ് സെനാറിയോയിൽ മൂവ് ചെയ്യുന്ന ഒരു ആസ്പെക്ട് ആയിരിക്കും, അല്ലെ? അതായത് കുറച്ച് ഉയർച്ച ഉണ്ടാവും, കുറച്ച് താഴ്ച ഉണ്ടാവും, കുറച്ച് ബൂം പീരീഡ് ഉണ്ടായിരിക്കാം, റെസിഷൻ ഉണ്ടാവാം, റിക്കവറി ഉണ്ടാവാം, ഡിപ്രഷൻ ഉണ്ടാവാം. അങ്ങനെ ഉള്ള ഫേസസ്, ഡിഫറെന്റ് ഫേസസിൽ കൂടെ കടന്നു പോകുന്ന ഒരു ടെൻഡൻസിയാണ് യൂഷ്വലി ഇക്കോണമിയിൽ വരുന്നത്. കാരണം ഇക്കോണമിയിൽ പല പോസിറ്റീവ് ആസ്പെക്ട്സും ഉണ്ടാവാം, അതേപോലെ തന്നെ പല നെഗറ്റീവ് ഷോക്സും ഇക്കോണമിയിൽ വരാം. അപ്പൊ ഈ സ്റ്റിമുലൻസും ഷോക്സും ഒക്കെ തന്നെ ഇക്കോണമിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഡിഫറെന്റ് രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇക്കോണമി അവിടെ ഡിഫറെന്റ് രീതിയിൽ അവിടെ ആക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അവിടെ ബിഹേവ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഇനി അപ്പാർട്ട് ഫ്രം ദ തിയറി ഓഫ് ബിസിനസ് സൈക്കിൾ, ജോസഫ് ഷുംപീറ്ററിന്റെ മറ്റൊരു ഇമ്പോർട്ടന്റ് കോൺട്രിബ്യൂഷൻ ആണ് ദ കോൺസെപ്റ്റ് ഓഫ് ഓൺട്രപ്രണർഷിപ്പ്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഓൺട്രപ്രണർ എന്ന് പറയുന്ന ഒരു വ്യക്തി എപ്പോഴും ക്യാപിറ്റലിസത്തിന്റെ ഒരു കോർണർ സ്റ്റോൺ ആണ്. ദാറ്റ് മീൻസ് ഹി പ്ലേസ് എ വെരി ഇമ്പോർട്ടന്റ് റോൾ ഇൻ ക്യാപിറ്റലിസ്റ്റിക് സ്ട്രക്ചർ. എങ്ങനെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം, ഓൺട്രപ്രണറിന്റെ മെയിൻ important role ആണ് innovation. So this person would be engaging in various innovative activities. അപ്പോൾ ഇങ്ങനെയുള്ള ഇന്നോവേഷൻസ് നടത്തുമ്പോൾ അത് ഇക്കോണമിയിൽ, എസ്പെഷ്യലി ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിൽ ഡെവലപ്മെന്റ് പോസിബിലിറ്റി ഉണ്ടാക്കുന്നു എന്നാണ് നമ്മുടെ ഷുംപീറ്റർ അല്ലെങ്കിൽ ജോസഫ് ഷുംപീറ്റർ പറയുന്നത്. ഇനി നമുക്ക് ഷുംപീറ്ററിന്റെ തിയറി ഓഫ് പ്രോഫിറ്റ്, ഇന്നോവേഷൻ തിയറി ഓഫ് പ്രോഫിറ്റിലേക്ക് പോകാം. സോ ഈ തിയറി ആസ് സച്ച് പറയുന്നത് പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഡൈനാമിക് എക്കോണമിയിൽ നടക്കുന്ന ഒരു ഫിനോമിനയാണ്. സോ ഡൈനാമിക് എന്നാൽ എന്താണ്? ഒരു സ്റ്റാറ്റിക് ഇക്കോണമിയിൽ ഒരിക്കലും, അല്ലെങ്കിൽ ഒരു സ്റ്റഡി സ്റ്റേറ്റിൽ നിൽക്കുന്ന ഇക്കോണമിയിൽ ഒരിക്കലും നടക്കുന്ന ഒരു പ്രതിഭാസം അല്ലെങ്കിൽ ഒരു ഫിനോമിനൻ അല്ല നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇൻസ്റ്റെഡ് ഡൈനാമിക് ആയിട്ടുള്ള, അതായത് ചേഞ്ച് ഉള്ള ഒരു ഇക്കോണമി അല്ലെങ്കിൽ ചേഞ്ചിങ് സെനാരിയോയിൽ ഉള്ള ഒരു ഇക്കോണമിയിൽ നടക്കുന്ന ഒരു കാര്യമാണ് പ്രോഫിറ്റ്. സോ ആക്ച്വലി ദിസ് പേഴ്സൺ വാസ് ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ 5 types ഓഫ് ചേഞ്ചസ്. അതായത് ഈ ഒരു ഡൈനാമിക്സ് അല്ലെങ്കിൽ ഈ ഒരു ചേഞ്ച് എന്ന് പറയുന്ന മോസ്റ്റ്ലി 5 തരത്തിൽ വരുന്നുണ്ട് എന്നാണ് ഷുംപീറ്റർ പറയുന്നത്. ഈ ചേഞ്ചസ് ഒക്കെ തന്നെ ഇക്കോണമിയിൽ ഡെവലപ്മെന്റ് പോസിബിലിറ്റിയിലേക്ക് നയിക്കുന്ന ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നുണ്ട് എന്നാണ് ഷുംപീറ്റർ പറയുന്നത്. അതായത് ഹി വാസ് ടെല്ലിംഗ് ദാറ്റ് ഡൈനാമിക് ഇക്കോണമിയിൽ മാത്രം കണ്ടുവരുന്ന ഒരു ഫിനോമിനൻ ആണ് പ്രോഫിറ്റ് എന്നുള്ളത്. അതേപോലെ ഈ മേജർലി ഓർ മോസ്റ്റ്ലി നമുക്ക് 5 തരത്തിലുള്ള ചേഞ്ചസ് ആണ് ഇക്കോണമിയിൽ കാണാൻ പറ്റുന്നത്. ഈ ചേഞ്ചസ് എല്ലാം തന്നെ
നമ്മുടെ ഇക്കോണമി ഡെവലപ്മെന്റിലേക്ക് നയിക്കും. ഇത്രയാണ് ഷുംബീട്ടോ പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ഈ 5 തരത്തിലുള്ള ചേഞ്ചസ് അത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ചേഞ്ച് എന്ന് പറയുമ്പോൾ ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ പ്രൊഡക്ട്സ്. ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോൾ നമ്മളൊരു പുതിയ ഏതെങ്കിലും ഒരു ഗുഡ് അല്ലെങ്കിൽ ഒരു കമോഡിറ്റി കണ്ടുപിടിച്ചു, ഏതെങ്കിലും ഒരു പുതിയൊരു ഗുഡ് മാർക്കറ്റിൽ വരുമ്പോൾ ഡെഫിനറ്റ്ലി അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ മാർക്കറ്റിലും ഉണ്ടാവും. ചിലപ്പോൾ ആ ഗുഡിനെ എല്ലാവരും വെൽ അക്സെപ്റ്റ് ചെയ്യും, ചിലപ്പോ ആ ഗുഡിനെ അത്ര നല്ലൊരു കമോഡിറ്റി ആയിട്ട് എടുക്കുന്നില്ല, അപ്പോൾ അതിന് മാർക്കറ്റും കുറവായിരിക്കും. സോ വാട്ട് എവർ ഇറ്റ് ഈസ്, ഒരു പുതിയൊരു ഗുഡ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ മാർക്കറ്റിൽ ഉണ്ടാവും. അത് വലുതാണെങ്കിലും ചെറുതാണെങ്കിലും മാർക്കറ്റിൽ മാറ്റങ്ങൾ വരുന്നു. സോ ദാറ്റ് ഈസ് നോൺ ആസ് ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ പ്രൊഡക്ട്സ്. അടുത്തതാണ് ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷൻ. എന്താണ് ന്യൂ മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പൊ നമുക്കറിയാം, യൂഷ്വലി നമ്മൾ ക്യാപിറ്റൽ ഇന്റൻസീവ് മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്, ലേബർ ഇന്റൻസീവ് മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്. അപ്പോ ഈ മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷനിൽ വരുന്ന മാറ്റങ്ങൾ, എന്തെങ്കിലും ഒരു പുതിയ ചേഞ്ച് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു ടെക്നോളജിക്കൽ അപ്ഗ്രഡേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ചേഞ്ച് വരുന്നു അല്ലെ? സോ ഈ ടെക്നോളജി വെച്ചിട്ട് അല്ലെങ്കിൽ ഈ അപ്ഗ്രേഡഡ് ടെക്നോളജി വെച്ചിട്ട് ഒരു പക്ഷേ ലെസ് കോസ്റ്റിൽ മോർ പ്രൊഡക്ഷൻ പോസിബിൾ ആകാം. അപ്പോൾ അതൊരു ചേഞ്ച് ആണ്, അതും ഡെവലപ്മെന്റിലേക്ക് നമ്മളെ നയിക്കാം. അടുത്തത് ഡിസ്കവറി ഓഫ് ന്യൂ റോ മെറ്റീരിയൽസ്. സോ വാട്ട് ഡസ് ഇറ്റ് മീൻ ബൈ ദിസ്? ഇതിന്റെ മെയിൻ അർത്ഥം എന്ന് പറയുമ്പോൾ നമ്മൾ യൂഷ്വലി ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഇൻപുട്സിൽ പെടുന്ന റോ മെറ്റീരിയൽ, ഈ റോ മെറ്റീരിയൽ യൂഷ്വലി ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽ കൂടാണ്ട് പുതിയ എന്തെങ്കിലും ഒരു റോ മെറ്റീരിയൽ നമ്മുടെ പ്ലാനറ്റിൽ ഡിസ്കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രൊഡക്ഷനെ ചിലപ്പോൾ പോസിറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യും, അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് നമ്മുടെ പ്രൊഡക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പൊ അത് കാരണം അഗൈൻ നമുക്ക് മോർ പ്രൊഡക്ഷൻ പോസിബിൾ ആകുന്നുണ്ട്. കാരണം ഏർലിയർ നമ്മൾ നേരത്തെ എന്താണ് ചെയ്തിരുന്നതെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ റോ മെറ്റീരിയൽ വെച്ചിട്ട് മാത്രമേ ഈ നമ്മുടെ ക്വസ്റ്റനിൽ പറയുന്ന കമോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ നമുക്ക് പുതിയൊരു റോ മെറ്റീരിയൽ അവൈലബിൾ ആണ്. വിത്ത് ദ സെയിം റോ മെറ്റീരിയൽ നമുക്ക് സെയിം പ്രൊഡക്റ്റിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു. അത് കൂടാതെ തന്നെ വിത്ത് ഡിഫറെന്റ് റോ മെറ്റീരിയൽ നമുക്ക് സെയിം പ്രൊഡക്റ്റിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ 2 തരത്തിലുള്ള റോ മെറ്റീരിയൽ നൗ അവൈലബിൾ ആണ്. അപ്പൊ ഈ 2 റോ മെറ്റീരിയൽസും വെച്ചിട്ട് സെയിം പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു. സോ ദാറ്റ് മീൻസ് നമുക്ക് പ്രൊഡക്റ്റ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു സ്കോപ്പ് ഇവിടെ വരുന്നുണ്ട്. that too will be actually guiding the economy towards a development scenario. Now, discovery of new markets. Discovery of new markets mainly വരുന്നത് international trade scenario-ലാണ്. International trade scenario. So let me give you an example here. ഇന്ത്യൻ ഇക്കോണമിയുടെ കേസ് എടുക്കാം. ഇന്ത്യയിൽ ശരിക്കും ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ആ പ്രൊഡക്റ്റ് ഇനിഷ്യലി ഇന്ത്യയിൽ തന്നെയാണ് അത് വിറ്റഴിയുന്നത്. വി ആർ നോട്ട് ഗോയിങ് ഫോർ എനി എക്സ്പോർട്ട്. ഇന്ത്യയിൽ തന്നെയാണ് കംപ്ലീറ്റ് പ്രൊഡക്റ്റും വിറ്റഴിയുന്നത്. ഇപ്പൊ ലേറ്റർ ഓൺ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മനസ്സിലായി നമുക്ക് വേണ്ടതിൽ കൂടുതൽ ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ സെയിം പ്രൊഡക്റ്റ് തന്നെ വേണ്ടതിൽ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ബാക്കി നമ്മൾ എന്ത് ചെയ്യും? ഇറ്റ്സ് എ സർപ്ലസ് ദാറ്റ് വി ആർ ഹാവിംഗ് നൗ. സോ ഈ ഒരു സർപ്ലസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ്പോർട്ട് ചെയ്യുന്നു. എക്സ്പോർട്ട് ചെയ്യുന്നത് ഫോറിൻ നേഷൻസിലോട്ടാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ഫോറിൻ മാർക്കറ്റിലും നമ്മുടെ പ്രൊഡക്റ്റ് വിറ്റഴിയപ്പെടുന്നു. അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഇക്കോണമി അല്ലെങ്കിൽ ഇന്ത്യയുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ മാത്രം വിറ്റുപോയ ഈ പ്രൊഡക്റ്റ് നൗ സിൻസ് വി ആർ എക്സ്പോർട്ടിങ് ദിസ് പ്രൊഡക്റ്റ് നമുക്ക് പുതിയ മാർക്കറ്റ് കണ്ടെത്തി ഈ പ്രൊഡക്റ്റിനെ എത്തിക്കാനായിട്ട് സാധിക്കും. സോ ഇത് ഒരു എൻകറേജ്മെന്റ് ആയിട്ട് ചിലപ്പോൾ പ്രൊഡ്യൂസേഴ്സിന്റെ വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഒരുപാട് എക്സ്പോർട്ട് റെസീറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. എക്സ്പോർട്ട് ചെയ്യുമ്പം നമുക്ക് കാശ് കിട്ടുമല്ലോ. അപ്പോൾ ഇത് കാരണം ഒരു എൻകറേജ്മെന്റ് അല്ലെങ്കിൽ ഇതൊരു സ്റ്റിമുലസ് പാക്കേജ് ആയിട്ട് നമ്മുടെ എക്സ്പോർട്ടേഴ്സിന് ഫീൽ ചെയ്യുകയാണെങ്കിൽ അത് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു, കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നു, കൂടുതൽ റെസീറ്റ്സ് കിട്ടുന്നു. അതുവഴി കൂടുതൽ ഡെവലപ്മെന്റ് പോസിബിൾ ആവും. വിച്ച് ഇസ് yet another innovation about which Schumacher was telling. Now, the next innovation is introduction of new forms of organization. അപ്പോൾ നമ്മൾ ഓർഗനൈസേഷൻ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുമ്പോൾ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. മാനേജ്മെന്റ് വരുന്നുണ്ട്. ഒരു പെർട്ടിക്കുലർ ഓർഗനൈസേഷനിലെ മാനേജ്മെന്റ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു പെർട്ടിക്കുലർ ഫാക്ടറി എടുക്കാം. ആ ഫാക്ടറിയിൽ ലേബേഴ്സും
കമ്പനി ഓണറും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയിരിക്കുന്നു? ഈസ് ഇറ്റ് ബെറ്റർ കോർഡിയൽ റിലേഷൻ ഓർ ഈസ് ഇറ്റ് സംതിങ് വെരി സ്ട്രിക്ട്? അതായത് നമ്മുടെ ഫാക്ടറി ഓണർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളാണ്, അദ്ദേഹം ലേബേഴ്സിന്റെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല, അപ്പൊ അങ്ങനെ പ്രശ്നങ്ങളൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല, അങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷൻ ആണെങ്കിൽ ഇറ്റ് വുഡ് ബി ഗിവിംഗ് എസ് എ ബാഡ് ഇംപ്രഷൻ. പക്ഷെ ഈ ഓണറും ലേബേഴ്സും തമ്മിൽ ഒരു കോർഡിയൽ റിലേഷൻ ആണെങ്കിൽ, ഒരു ഫ്രണ്ട്ലി റിലേഷൻ ആണ്, അതേപോലെ തന്നെ ഈ ഓണർ ഇവരുടെ പ്രശ്നങ്ങളൊക്കെ, ഈ ലേബേഴ്സിന്റെ പ്രശ്നങ്ങളും ഇഷ്യൂസ് ഒക്കെ മനസ്സിലാക്കിയിട്ട് അതിന്റെ സൊല്യൂഷൻസ് ഒക്കെ ഓഫർ ചെയ്ത് പോകുന്ന ഒരു സെറ്റപ്പ് ആണ് നമുക്ക് ഉള്ളതെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ ഒരു ഇംപ്രൂവ്ഡ് വേ ഓഫ് പ്രൊഡക്ഷൻ പ്രോസസ് ആയിരിക്കും നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പുതിയ പുതിയ മാറ്റങ്ങൾ, ഇങ്ങനെയുള്ള പോസിറ്റീവ് ചേഞ്ചസ് നമ്മുടെ മാനേജ്മെന്റ് സിസ്റ്റത്തിൽ വരുന്നുണ്ടെങ്കിൽ ദാറ്റ് ടു വിൽ ബി ആക്ച്വലി leading to a new innovation, and which too will be actually leading to something called a profit scenario. അപ്പൊ ഇത്രയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് innovative kind of different scenarios that we can think in നമ്മുടെ ഷുംപീറ്റേഴ്സ് മോഡൽ. ഇനി ഇന്നോവേഷനെ പറ്റിയിട്ട് ഇദ്ദേഹം എന്താണ് പറയുന്നത്? ഇന്നോവേഷനെ പറ്റിയിട്ട് ഷുംപീറ്റർ പറയുന്നതെന്ന് പറഞ്ഞാൽ, നമ്മളെ ഇന്നോവേഷൻ നടക്കണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നോളേജ് എന്ന് പറയുന്ന ഒരു സംഭവം വേണം. സോ only with knowledge we can go for innovation, അല്ലെ? സോ അപ്പൊ പുതിയ എന്തെങ്കിലും ഒരു നോളേജ് നമ്മൾ ബിസിനസ് സെറ്റിങ്ങിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അവിടെ നമുക്ക് കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് ആണ് ശരിക്കും പറഞ്ഞാൽ ഒരു പുതിയ മെത്തേഡ് ഓഫ് ഏതർ പ്രൊഡക്ഷൻ, അല്ലെങ്കിൽ ഒരു പുതിയ മാർക്കറ്റ്, അല്ലെങ്കിൽ ഒരു പുതിയ ഔട്ട്പുട്ട്, അല്ലെങ്കിൽ ഒരു പുതിയ റോ മെറ്റീരിയൽ, വാട്ട് എവർ, അല്ലെ? സോ ആരാണ് ഇവിടെ ഈ റിസ്ക് എടുക്കുന്നത്? അപ്പൊ നമ്മളൊരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു പുതിയൊരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ എത്തിക്കുമ്പോൾ നമുക്ക് അറിയത്തില്ല, പ്രൊഡ്യൂസറിന് അറിയത്തില്ല അതൊരു 100% പ്രോഫിറ്റ് ആയിരിക്കും, 100% ലോസ് ആയിരിക്കും, അല്ലെങ്കിൽ ഇതിന്റെ ഇടയിൽ നിൽക്കുന്ന എന്തെങ്കിലും ഒന്നായിരിക്കും. ഇതൊന്നും നമുക്ക് ഒരിക്കലും പ്രെഡിക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് എടുക്കാം എന്നുള്ള ഒരു വലിയൊരു എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ, നമുക്ക് പണ്ട് ടച്ച് പാഡ് ഫോൺസ് ആയിരുന്നു അവൈലബിൾ ആയിട്ട് ഉണ്ടായിരുന്നത്, അല്ലെ? പണ്ട് അതിനു മുന്നേ നമുക്ക് കീപാഡ് ഫോൺസ് ആയിരുന്നു അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആദ്യം കീപാഡ് ഫോൺസ്, പിന്നെ ടച്ച് സ്ക്രീൻ ഫോൺസ് വന്നു. ഇപ്പൊ നമുക്ക് ഉള്ളത് കംപ്ലീറ്റ്ലി സ്മാർട്ട് ഫോൺസ് ആണ്. അപ്പോൾ ഒരുപാട് ഡെവലപ്മെന്റ്സ് വരുന്നുണ്ട്. ഫോണിൽ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഇപ്പൊ നേരത്തെ അതൊരു മൊബൈൽ ഫോൺസിന്റെ ഇൻട്രൊഡക്ഷന് മുന്നേ ലാൻഡ് ലൈൻസ് മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഓരോ ഫേസിനും ഓരോ ഡെവലപ്മെന്റ് വരെയാണ്. ഫോൺ എന്നുള്ളതിൽ തന്നെ പല പല രീതിയിലുള്ള ഡെവലപ്മെന്റ് വന്ന് ഇപ്പൊ നമ്മൾ സ്മാർട്ട് ഫോണിൽ എത്തി നിൽക്കുന്നു. ആൻഡ് ഇപ്പൊ എന്താണ് സംഭവിക്കുന്നത്? സ്മാർട്ട് ഫോണിൽ തന്നെ പല പല വേരിയൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും നമുക്ക് ഓരോ ഫീച്ചേഴ്സിന്റെ അഡിഷൻ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോ ഇതൊക്കെ തന്നെ ന്യൂ ഡെവലപ്മെന്റ്സ് ആണ്, ഇക്കോണമിയിൽ വരുന്ന ന്യൂ ചേഞ്ചസ് ആണ്, ന്യൂ ഡൈനാമിക്സ് ആണ്, അല്ലെ? ഇതൊക്കെ കൊണ്ടുവരാനായിട്ട് പല ആൾക്കാരും ഇതിന്റെ പിന്നിലുണ്ട്. ഇതൊക്കെ കണ്ടുപിടിക്കാനും ഇതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് കുറെ ആൾക്കാർ ഇതിന്റെ പിന്നിലുണ്ട്. സോ വി കോൾ ദീസ് പീപ്പിൾ ആസ് ഇന്നോവേറ്റർ. ഇന്നോവേറ്റർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ഇൻവെന്റർ ആയിരിക്കണം എന്നില്ല. എപ്പോഴും അയാള് പുതിയൊരു സാധനം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളത് ഉറപ്പില്ല. പക്ഷെ ഹി ക്യാൻ ഗോ ഫോർ സംതിങ് ദാറ്റ് വുഡ് ബി ചേഞ്ചിങ് ദ എക്സിസ്റ്റിംഗ് സിസ്റ്റം. പുതിയൊരു സിസ്റ്റത്തിലേക്ക് ഇക്കോണമിയെ നയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രോഫിറ്റ് ആണ്. So innovator would be actually using some techniques that would be entirely changing the production function. Production function എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഇൻപുട്സും ഔട്ട്പുട്ടും തമ്മിലുള്ള ഒരു ഫങ്ഷണൽ റിലേഷൻ ആണ് പ്രൊഡക്ഷൻ ഫങ്ഷൻ. ഇൻപുട്സിനെ നമ്മൾ യൂസ് ചെയ്തിട്ടാണ് ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻപുട്സിനെ നമ്മൾ കമ്പൈൻ ചെയ്തിട്ടാണ് ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ ഒരു പ്രോസസ്സിൽ തന്നെ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താൻ കഴിവുള്ള ഒരാളാണ് ദ ഇന്നോവേറ്റർ. ഓക്കെ, so what Schumpeter was telling here is that അങ്ങനെയുള്ള ഒരു ഇന്നോവേഷന് ശരിക്കും പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഒരു പുതിയ ഫോം ഓഫ് പ്രൊഡക്ഷൻ തന്നെയായിരിക്കും. അവിടെ ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ മാറ്റം വരുത്തിക്കൊണ്ടായിരിക്കും ഇങ്ങനെ വരുന്നത്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ അതൊരു പുതിയ മാർക്കറ്റ് ആവാം, ചിലപ്പം പുതിയ റോ മെറ്റീരിയൽസ് കണ്ടുപിടിച്ചിട്ടായിരിക്കും, ചിലപ്പോൾ പുതിയൊരു പ്രോഡക്ട്സിന്റെ തന്നെ വരവായിരിക്കാം, ചിലപ്പോ പുതിയ ഒരു ഓർഗനൈസേഷൻ സെറ്റപ്പിന്റെ രീതിയിലായിരിക്കാം നമുക്ക് ചേഞ്ച് വരുന്നത്. വാട്ട് എവർ ഇറ്റ് ഇസ്,
പ്രോഫിറ്റ് വരണമെങ്കിൽ അവിടെ ഒരു ചേഞ്ച് ഉണ്ടായിരിക്കണം. ചേഞ്ച് ഉണ്ടെങ്കിൽ മാത്രമേ പ്രോഫിറ്റ് അവിടെ പോസിബിൾ ആകത്തുള്ളൂ എന്നാണ് ഷുംപീറ്റർ പറയുന്നത്. സോ പേഴ്സൺ ഹു ഇസ് ആക്ച്വലി ഇന്നോവേറ്റിംഗ് മോർ, ആരാണോ കൂടുതൽ ഇന്നോവേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആരാണോ ഇന്നോവേറ്റ് ചെയ്യുന്നത്, ഹി ഈസ് ദ വൺ ഹു ഇസ് ഏർണിംഗ് പ്രോഫിറ്റ്. ഇന്നോവേറ്റ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ പുതിയ ഒരു ചേഞ്ച് മാർക്കറ്റിൽ കൊണ്ടുവരുന്ന ആളായിരിക്കും അവിടെ പ്രോഫിറ്റ് അയാൾക്കായിരിക്കും കിട്ടുന്നത് എന്നാണ് ഷുംപീറ്റർ പറയുന്നത്. സോ വാട്ട് ഹാപ്പൻസ്, നമ്മളൊരു ഇന്നോവേഷൻ നടത്തുന്നു. ഫോർ എക്സാമ്പിൾ നമ്മുടെ കീപാഡ് ഫോണിൽ നിന്നും ടച്ച് സ്ക്രീൻ ഫോണിലേക്കുള്ള ഒരു വരവ്. അപ്പോൾ അത് പുതിയ ഇന്നോവേഷൻ ആണ്. ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ ഡെവലപ്മെന്റ്, റൈറ്റ്? സോ ഇത് ഈ ഒരു ചേഞ്ച് കൊണ്ടുവന്ന ആളിന്, ആരാണോ ആദ്യം ഈ ചേഞ്ച് കൊണ്ടുവന്ന ആ കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടായി. പക്ഷെ ഈ പ്രോഫിറ്റ് ആ കമ്പനിയിൽ എന്നും നിലനിൽക്കണമെന്നില്ല. വൈ? ബിക്കോസ് ദ അതർ കമ്പനീസ് വുഡ് ബി ഇമിറ്റേറ്റിംഗ് ദിസ് കമ്പനി. ബാക്കിയുള്ള കമ്പനീസും ഈ കമ്പനി ഇമിറ്റേറ്റ് ചെയ്യും. സെയിം ഐഡിയ തന്നെ ഇവര് ബാക്കിയുള്ള കമ്പനീസ് ഇമിറ്റേറ്റ് ചെയ്യുന്നു. എന്നിട്ട് അവരും സെയിം ടെക്നോളജി യൂസ് ചെയ്ത് സെയിം രീതിയിലുള്ള ടച്ച് സ്ക്രീൻ ഫോൺസ് കൊണ്ടുവരികയുണ്ടായി, അല്ലെ? അപ്പം ഈ ആദ്യം ഇന്നോവേഷൻ കൊണ്ടുവന്ന കമ്പനി എന്ത് ചെയ്യണം? സോ ദിസ് കമ്പനി ഷുഡ് ഗോ ഫോർ സംതിങ് കോൾ ന്യൂ ഇന്നോവേഷൻ. പുതിയ ഒരു ഇന്നോവേഷൻ കൊണ്ടുവരണം ഈ കമ്പനി. അപ്പൊ എന്ത് ചെയ്യും മറ്റുള്ളവര്? ഡെഫിനറ്റ്ലി അപ്പോഴും ഈ പുതിയ കമ്പനിക്ക് പ്രോഫിറ്റ് കിട്ടും. അപ്പൊ ഈ അട്രാക്റ്റഡ് ബൈ ദിസ് പ്രോഫിറ്റ് മറ്റുള്ള കമ്പനീസ് ഇമിറ്റേറ്റ് ചെയ്യും, അല്ലെ? ഇമിറ്റേറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് ഇതൊരു സർക്കിൾ ആയിട്ട് അല്ലെങ്കിൽ ഒരു സൈക്കിൾ ആയിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. ഇന്നോവേഷൻ വരുന്നു, ഇന്നോവേഷൻ കൊണ്ടുവന്ന കമ്പനിക്ക് പ്രോഫിറ്റ് കിട്ടുന്നു, മറ്റുള്ളവർ അതിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നു. പിന്നീട് പുതിയ ഇന്നോവേഷൻ വരുന്നു, ഇന്നോവേഷൻ കൊണ്ടുവന്ന കമ്പനിക്ക് പ്രോഫിറ്റ് കിട്ടുന്നു, മറ്റൊരു കമ്പനീസ് ഇമിറ്റേറ്റ് ചെയ്യും. ഇതിങ്ങനെ പൊക്കോണ്ടേയിരിക്കും. എപ്പോൾ എന്തെങ്കിലും ഒരു ഇന്നോവേഷൻ നമ്മുടെ ഇക്കോണമിയിൽ വന്നാൽ, ഏതെങ്കിലും ഒരു കമ്പനിയോ ഒരു പേഴ്സണോ ഇത് കൊണ്ടുവന്നാൽ അതിനെ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് പേരുണ്ടായിരിക്കും. ബിക്കോസ് അവർക്ക് കാണാൻ പറ്റും ഈ ഒരു ഇങ്ങനെയുള്ള ഒരു ചേഞ്ച് ഈ പ്രോഫിറ്റ് കൊടുക്കുന്ന ഒരു ഐറ്റം ആണെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. സോ ഓവർ ടൈം വാട്ട് ഹാപ്പൻസ്, ഈ ഒരു പ്രോഫിറ്റ് എന്നും പ്രോഫിറ്റ് ആയിട്ട് നിലനിൽക്കത്തില്ല. സോ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ വേറെ പുതിയ ഇന്നോവേഷൻസ് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇക്കോണമി എന്ത് ചെയ്യുന്നു? ഇങ്ങനെ കണ്ടിന്യൂസ് പ്രോസസ് ഓഫ് ഇന്നോവേഷൻസ് നടത്തി പ്രോഫിറ്റ് വാങ്ങി ഡെവലപ്മെന്റ് പോസിബിലിറ്റീസിൽ നിന്നും ഡെവലപ്മെന്റ് പോസിബിലിറ്റീസിലേക്ക് പൊക്കോണ്ടേയിരിക്കുന്നു എന്നാണ് ഷുംപീറ്റർ പറയുന്നത്. സോ ഒരു ഇന്നോവേറ്റർ എപ്പോഴും എഫേർട്സ് എടുത്തുകൊണ്ടേയിരിക്കും. അയാൾ എപ്പോഴും ഇന്നോവേഷൻ നടത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അത് അയാൾക്ക് പ്രോഫിറ്റ് കിട്ടും, മറ്റുള്ളവർ ഇമിറ്റേറ്റ് ചെയ്യുന്നു, പിന്നീട് വീണ്ടും ഇന്നോവേഷൻ നടത്തുന്നു, പ്രോഫിറ്റ് കിട്ടുന്നു, മറ്റുള്ളവർ ഇമിറ്റേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഇറ്റ് ഗോസ് ഓൺ ആൻഡ് ഓൺ. സോ ഇന്നോവേഷൻ വുഡ് ലീഡ് ടു പ്രോഫിറ്റ്. ഇന്നോവേഷൻ വുഡ് ലീഡ് ടു പ്രോഫിറ്റ്. ആൻഡ് വാട്ട് അബൌട്ട് പ്രോഫിറ്റ് ലീഡിങ് ടു ഇന്നോവേഷൻ? ഇത് രണ്ടും ഒരു മ്യൂച്വൽ ഇന്റർഡിപെൻഡന്റ് ആയിട്ട് ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കുന്നത്. സോ ബോത്ത് ഓഫ് ദീസ് വുഡ് ബി ഫോമിങ് എ സൈക്കിൾ. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡബിൾ ആയിട്ട് പൊക്കോണ്ടേയിരിക്കും. സോ ഓൾ ടുഗെദർ നമുക്ക് പറയാൻ പറ്റും, നമ്മുടെ ഷുംപീറ്റേഴ്സ് തിയറി ഓഫ് ഇന്നോവേഷൻ അല്ലെങ്കിൽ ഷുംപീറ്റേഴ്സ് ഇന്നോവേഷൻ തിയറി ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു തിയറി ആയിരുന്നു. ആക്ച്വലി ഇറ്റ് വാസ് ക്രിയേറ്റിംഗ് സം റെവല്യൂഷൻ ഇൻ ഡെവലപ്മെന്റ് ഇക്കണോമിക്സ്. പക്ഷേ ഇവിടെയും നമുക്ക് ക്രിറ്റിസിസം വരുന്നുണ്ട്. ഒരു ഓൺട്രപ്രണർ എന്നുള്ള ഒരു വ്യക്തി അദ്ദേഹം എടുക്കുന്ന റിസ്കിന് കൊടുക്കുന്ന പ്രതിഫലമായിരിക്കണം അദ്ദേഹത്തിന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്ന വേർഷൻ ഉണ്ട്. അതായത് എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് സുപ്പീരിയർ ആയിട്ടുള്ള ഓൺട്രപ്രണേഴ്സ് അല്ലെങ്കിൽ ചില ഓൺട്രപ്രണേഴ്സ് അവര് പല ടാസ്കും എടുത്തിട്ട് റിസ്ക് കുറയ്ക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ, അവർ എന്ത് ചെയ്യുന്നു? അവരുടെ കമ്പനിയിൽ ബെറ്റർ മാനേജ്മെന്റ് കൊണ്ടുവരാൻ നോക്കുന്നു, ബെറ്റർ സൂപ്പർവിഷൻ കൊണ്ടുവരാൻ നോക്കുന്നു. ഇതൊക്കെ വെച്ചിട്ട് ഒരു ബെറ്റർ വർക്ക് ഷെഡ്യൂൾ കൊണ്ടുവന്ന് ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് എംപ്ലോയീസുമായിട്ട് കൊണ്ടുവന്നിട്ട് അവര് ഒരു ബെറ്റർ പ്രൊഡക്ഷൻ എൻവയോൺമെന്റ് സെറ്റ് ചെയ്തിട്ട് അതുവഴി പ്രൊഡക്ഷൻ നടത്തി പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരുമുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത്, Schumpeter was always concerned about innovation and the connection that innovation is having with the profit. പ്രോഫിറ്റും ഇന്നോവേഷനും തമ്മിലുള്ള ബന്ധം മാത്രം നോക്കിയ ആളാണ് ഷുംപീറ്റർ. മറ്റ് ഫാക്ടേഴ്സിനെ അദ്ദേഹം കൺസിഡർ ചെയ്തതേയില്ല. പ്രോഫിറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അതർ ഫാക്ടേഴ്സിനെ Schumpeter considered ചെയ്തതേയില്ല. And that is identified to be one of the major criticisms of Schumpeter's innovation theory of profit.
അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നോവേഷൻ തിയറി ഓഫ് പ്രോഫിറ്റിനെ പറ്റിയിട്ട് പറയേണ്ടതായിട്ടുള്ളത്. അപ്പോ ഇനി നിങ്ങൾ നോക്കേണ്ടത് നമുക്ക് ലേൺ എക്കണോമി ആപ്പ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇഫ് യു ആർ പ്രിപ്പയറിംഗ് ഫോർ സം കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് ഇൻ ഇക്കണോമിക്സ്, ഈ ഒരു ആപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കും. നിങ്ങൾക്ക് ഇവിടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻഡ് ആൻസേഴ്സ് അവൈലബിൾ ആയിരിക്കും, പ്രീ സ്റ്റഡി മെറ്റീരിയൽസ് അവൈലബിൾ ആയിരിക്കും, ലൈവ് as well as റെക്കോർഡഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് ഇതുവഴി കിട്ടും. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഫ്രീ MCQ ബേസ്ഡ് വീക്ക്ലി ടെസ്റ്റ് ഇവിടെ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാകും ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും. അപ്പൊ ഞാൻ ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യാനുസരണം ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഏതാണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആ ഫെസിലിറ്റി നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സോ പിന്നെ ഉള്ളത് നമ്മുടെ ഫ്രീ ടെലിഗ്രാം കമ്മ്യൂണിറ്റി. അവിടെയും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. That's it for today. Thank you for watching and I request you to like, share and subscribe. Thank you again.